ഹായ് എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട്ടെ ശനിയാഴ്ചയായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ശർക്കര പാനിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്കൊന്നും പിടിക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ശർക്കര പാനി വറ്റി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ തേങ്ങ ഇപ്പം നന്നായിട്ട് ശർക്കര പാനിയൊക്കെ നന്നായി വറ്റിയിട്ട് തേങ്ങയിലേക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരോ ബോൾസ് ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ അളവെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊരു തടിത്തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത ശേഷം വേണം ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു ചിരട്ട പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒട്ടും പൊട്ടിപ്പോകാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഒട്ടും ക്രാക്സ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊട്ടിപ്പോകാത്ത കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൊഴുക്കട്ടയെല്ലാം ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേണം കൊഴുക്കട്ട കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറിയ ശേഷം മാത്രമേ സ്റ്റീമറിൽ നിന്ന് എടുക്കാവൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെസിപ്പിയാണ്. അപ്പോൾ കൊഴുക്കട്ട ശനിയാഴ്ച നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.